കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. എല്ലാവരും ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുമളിയിൽ നിന്നും ചർച്ചക്കോട് പ്രവസി ദൈവസഭയിൽ നിന്നും ഞങ്ങൾക്ക് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. പതിവായി ഈ ലൈവ് പ്രോഗ്രാം കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ച് അല്ലെങ്കിൽ മെസ്സേജ് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ. എല്ലാവരും ഇത് പറഞ്ഞാട്ടെ. ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ദൈവജനത്തിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും തിരുവചനം എടുക്കാം. റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ്, അതിന്റെ 9-ാം അധ്യായം. റോമാലേഖനം 9-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 15 to 24. Anybody can read it. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമായിട്ട് വായിച്ചാട്ടെ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കഴിവ് തോന്നണം എന്നുള്ളവനും കഴിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലം സാധിക്കും. നിർത്താം, നമുക്ക് പിന്നീട് തുടർന്ന് വായിക്കാം. സ്തോത്രം. ദൈവികമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകപരമായ തെരഞ്ഞെടുപ്പുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൈക്കൂലി കൊണ്ട് കാര്യം സാധിക്കാൻ കഴിയാത്ത ഒരിടമുണ്ടെങ്കിൽ അത് ദൈവ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ കയറി പറ്റാൻ കഴിയും. പക്ഷേ ദൈവിക തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിൽ ഈ ദൈവസഭയാകുന്ന നമ്മൾ ഒരുമിച്ച് ഈ ആലയത്തിൽ ഇരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ അനേക ശ്രേഷ്ഠന്മാർ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടും നടക്കാത്തതായ ഒരു കാര്യമാണ് സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചത്. അത് മറ്റൊന്നുമല്ല, ദൈവം നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ആ വിശുദ്ധ കാര്യങ്ങളെ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ദൈവത്തിന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പിൽപ്പെട്ട കാര്യമാണ്. അവിടെ റെക്കമെൻഡേഷന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരെ റെക്കമെൻഡേഷൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് ആവശ്യമില്ല. ദൈവത്തിന് ആരോട് കരുണ തോന്നണം, ദൈവത്തിന് ആരോട് മനസ്സറിയണം, അവരോട് ദൈവം കരുണ തോന്നുന്നു, അവരോട് ദൈവം മനസ്സറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ലോകത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിരിക്കാം, ലോകത്തിൽ പലരാരും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മനസ്സരിവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പൊ സകലം സാധിക്കുന്ന ആരെയല്ല? കരുണ തോന്നുന്ന ദൈവത്താലാണ്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പല നന്മകളും നമ്മൾ അനുഭവിക്കുന്നത്, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് നമ്മളോട് കരുണയുള്ളത് കൊണ്ട്, ദൈവത്തിന് നമ്മളോട് മനസ്സരിവുള്ളത് കൊണ്ട്. ആരുടെ റെക്കമെൻഡേഷൻ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് തന്റെ അധികാരത്തിൽപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് ദൈവം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം,
സ്തോത്രം. പലപ്പോഴും ദൈവിക നന്മകൾ ദൈവജനം പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫറവോനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അടുത്ത വാക്യത്തിൽ കാണുന്ന ഫറവോനെ കുറിച്ചാ. സ്തോത്രം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശെ ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കുവാൻ കഴിയാതെ ഫറവോൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇന്നും അതുപോലെ സംഭവിക്കുന്നുണ്ട്. ദൈവജനത്തിന്റെ നന്മയെ തടഞ്ഞുകൊണ്ട് നിൽക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ഇവിടെ കാണുന്നത് ഇത് സ്തോത്രം. അതുകൊണ്ട് 17 വാക്യം കാണുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം എത്രമാത്രം ബലവത്താണെന്ന് കാണിക്കുവാൻ ദൈവജനത്തിനെതിരായി നിൽക്കുന്ന, ദൈവജനത്തിന്റെ നന്മയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായ, ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നതായ പലരെയും ദൈവം നിർത്തിയിരിക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ നാമം എത്രമാത്രം മഹത്തരമാണ് അവനിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ ലഭിച്ച ദൈവജനമേ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. അവൻ നമ്മളെ അസൂയപ്പെടുന്നവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. നമ്മളെ തള്ളിക്കളയുന്നവരെ ഓർത്തുകൊണ്ട് നന്ദി പറയണം. ആരാധനയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം തരാതെ നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, ചിലപ്പോൾ ചില കുടുംബങ്ങളിലുള്ള വ്യക്തികളായിരിക്കാം. അവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം അവരെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ നാമം എത്രമാത്രം ബലവത്താണെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം അങ്ങനെയുള്ളവരെ ലോകത്ത് നിർത്തിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരും നമ്മളെ പീഡിപ്പിക്കുന്നവരും എന്തുകൊണ്ട് ദൈവം പണിഷ്മെന്റ് കൊടുക്കുന്നില്ലെന്ന്, ദൈവം എന്തുകൊണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന് ഒരു കാര്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ നിന്ദിക്കുന്നവരെ, നമ്മെ കളിയാക്കുന്നവരെ അവരിലൂടെ തന്നെ ദൈവത്തിന്റെ നാമം എത്രമാത്രം ബലവത്താണെന്ന്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി എത്രമാത്രം വലിപ്പമുള്ളതെന്ന് കാണിക്കുവാൻ ദൈവം അവരെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. അങ്ങനെ വചനത്തിൽ എങ്ങും പറയുന്നില്ല. നീതിമാൻ തഴയ്ക്കും, അല്ലേ? സ്തോത്രം. ദുഷ്ടനെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നത്. എവിടെ നിർത്തിയിരിക്കുന്നത്? എവിടെ മക്കളെ? വഴുവഴുപ്പിൽ നിർത്തിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരിടത്ത് ചവിട്ടുമ്പോ തെന്നി വീഴും, ഇവിടെ ചവിട്ടുമ്പോ തെന്നി വീഴും. അങ്ങനെ ചവിട്ടിയിട്ടുണ്ടോ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഇട്ട് ചവിട്ടി നോക്കണം. എങ്ങനെയാണ് വഴുവഴുപ്പിരിക്കുന്നത്? സ്തോത്രം. പ്രാക്ടീസ് ചെയ്യില്ല കേട്ടോ, വീട്ടിൽ ചെന്ന് ചെയ്തേക്കില്ല. സ്തോത്രം. അപ്പൊ വഴുവഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഇവിടെ മറിഞ്ഞു മറിഞ്ഞ് നിൽക്കും, എപ്പോഴും വീഴ്ച ഉറപ്പാ. എന്നതുപോലെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെ ദൈവം നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫറവോനെ പറ്റി പറയുന്നത്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും. സ്തോത്രം. ദൈവജനത്തെ ദൈവം അങ്ങനെ വിടുവിച്ചത് ദൈവം തന്റെ ശക്തിയാലാണ് വിടുവിച്ചത്, അല്ലെ? ആ ശക്തി ആരെ കാണിക്കണം? ഫറവോനെ കാണിക്കാൻ വേണ്ടിയാണ് ഫറവോനെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല ഇവിടെ കാണുന്നത്, എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോന്റെ ആ പ്രവൃത്തി മുഖാന്തരം അവൻ ദൈവത്തിന്റെ നാമം സർവ്വലോകത്തിലും പ്രസ്താവിക്കാൻ വേണ്ടി അവനെ നിർത്തുവാനായിട്ട് ഇടയാക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് കരുണ തോന്നുന്നതിന് ഏത് ഫറവോൻ അടക്കി വെക്കാൻ ശ്രമിച്ചാലും, ഏത് ഫറവോൻ തടയാൻ ശ്രമിച്ചാലും അവിടെ ഒതുക്കത്തില്ല. അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അവനിലൂടെ ദൈവത്തിന്റെ നാമം ഭൂമിയിലെമ്പാടും അവൻ പ്രബലപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ദൈവജനത്തിന്റെ പേരുള്ള ദൈവത്തിന്റെ കരുണയെ അടച്ചു കളയുവാൻ ഒരു ഫറവോനെ ശക്തിക്ക് കഴിയിട്ടില്ല. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. 18 വാക്യം വായിച്ചാട്ടെ. കണ്ടോ, രണ്ട് വ്യക്തികളെ മനസ്സലിവുണ്ടാക്കുന്നു, കഠിനമാക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന്റെ വചനം കൂടെ കൂടെ കേട്ടിട്ട് അതനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ ഹൃദയം കഠിനമായി പോയി, അതൊരിക്കലും അനുഗ്രഹത്തിലേക്ക് നീങ്ങത്തില്ല. സ്തോത്രം. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കൂടെ കൂടെ ശാസന കേട്ടിട്ട് ശാഠ്യം കാണിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? നീക്കുമൊക്കില്ലാതെ
പെട്ടെന്ന് നശിച്ചു പോകുന്നു. വചനം പറയാം. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം കേൾക്കുമ്പോൾ അവൻ ഇസ്രായേൽ ജനം അവരുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നമ്മൾ കഠിനമാക്കരുത്. വചനം പറയുന്നു, ദൈവം ഇവിടെ അവൻ സ്തോത്രം കാണുന്നു. അവൻ അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. കർത്താവേ, ഞങ്ങളുടെ പേരൊന്ന് മനസ്സറിയണമേ. നിലവേലെ ജനത്തെ അവരുടെ പാപം മൂലം ദൈവം നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തതാ. എന്നാൽ അവർ രണ്ടിലും വെണ്ണിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിന് അവരോട് മനസ്സരിവുണ്ടായി. ആ ദേശത്തെ, ആ ജനത്തെ മുഴുവൻ ദൈവം രക്ഷിക്കുവാനായിട്ട് ഇടയായെങ്കിൽ ഇത് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ വചനം കേട്ട് ഹൃദയത്തെ കഠിനമാക്കരുത്. ഉപദേശം കേൾക്കുമ്പോൾ അതിനെ തള്ളിക്കളയരുത്. പ്രസ്തുത അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് മനസ്സരിവുണ്ടാകുവാനായിട്ട് ഇടയാകും. Praise the Lord. Hallelujah. ആമേൻ. അടുത്ത വാക്യം 19 വാക്യം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നതെന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? Praise the Lord. ദൈവത്തോട് ചോദ്യം ചോദിക്കുന്ന ഒരു തലമുറ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധി ആർക്ക് നേരോടുകൂടി നിൽക്കാൻ കഴിയും? ആർക്ക് നട്ടലോടുകൂടി നിൽക്കാൻ കഴിയും? സ്തോത്രം. സകല മനുഷ്യന് കുറവുള്ളവരാണ്. എന്നാൽ നമ്മുടെ കുറവുകൾ പരിഹരിക്കുന്ന ഒരു കർത്താവുണ്ട്. വചനം പറയുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചെന്ന് മനഞ്ഞവനോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? Praise the Lord. Praise the Lord. പലരുടെയും ഉള്ളിലുണ്ടാകുന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ അവസാനമായി തിരഞ്ഞെടുക്കുന്ന മാർഗം ആത്മഹത്യ. ഇന്ന് കേരളത്തിൽ ആത്മഹത്യ അനേകം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകുന്നില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ മുമ്പാകെ നേരോടെ നിൽക്കുവാൻ, ഉറപ്പോട് നിൽക്കുവാൻ എങ്ങനെ നമുക്ക് കഴിയും? അവൻ മനഞ്ഞിരിക്കുന്നവരോട് എന്നെ എന്തിനിങ്ങനെ മനയെന്ന് ചോദിക്കുവാൻ, ദൈവത്തോട് പ്രത്യുത്തരം പറയുവാൻ നമുക്ക് കഴിയത്തില്ല. Praise the Lord. Praise the Lord. പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ മുടങ്ങുന്നതിന്റെ കാരണം ദൈവത്തോടുള്ള ചില ചോദ്യങ്ങളാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ഉദ്യോഗസ്ഥനോട്, ഒരു ഭരണാധികാരിയോട് എങ്ങനെ മാന്യമായി സംസാരിക്കണമെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവത്തോട്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് നമ്മൾ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന്, ദൈവത്തോട് എങ്ങനെ സംസാരിക്കുന്നുവെന്ന് നാം വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. Praise the Lord. Praise the Lord. Hallelujah. ആമേൻ. 20 വാക്യം. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീയാ? മനഞ്ഞിരിക്കുന്നവരോട്, മനഞ്ഞവരോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്താ എന്ന് ചോദിക്കുന്നുവോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? സ്തോത്രം. കുശവന് അവന്റെ ഇഷ്ടപ്രകാരമാണ് ഒരു പാത്രം ഉണ്ടാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സഭയിൽ ആരാധിക്കുന്ന എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു മാനപാത്രമായി തീരണമെന്നാണ് എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അപമാനമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആരാധിച്ച് അപമാനത്തിൽ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രസ്തുത ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ മാന്യമായി നമ്മളെ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പായി നമ്മളെ തന്നെ സമർപ്പിക്കണം. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ നമുക്കൊരു തീഷ്ണത ഉണ്ടായിരിക്കണം. Praise the Lord. കാരണം ഈ ബിൽഡിംഗ് അല്ല മുഖ്യം. ഇതിൽ അവൻ ഈ ആലയത്തിൽ അവൻ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വന്ന നടുവിൽ ഞാൻ വരുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ വളരെ സീരിയസ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ള ജാതികളോട്, മറ്റുള്ള ലോക ജനതയോട് ഇടപെടുന്നത് പോലെ അല്ല ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അവൻ ദൈവം നമ്മളെ നിറഞ്ഞിരിക്കുന്നത് ഒരു മാനപാത്രത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അല്ല കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് സ്തോത്രം. 22-ാം വാക്യം, എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനാൽ മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ. നമ്മൾ എന്തിനാണ്? തേജസ്സിന് വേണ്ടി മുന്നൊരുക്കിയിരിക്കുക. ദൈവത്തിന് എന്തിനാ നമ്മുടെ മേൽ കരുണയുണ്ടായത്? കുറച്ച് പണം തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തുവാനല്ല. സ്തോത്രം. ലോകത്തിൽ എത്ര കോടീശ്വരന്മാരുണ്ടെങ്കിലും അവരൊരിക്കലും ഒരുപക്ഷെ അവർ ഉള്ള പണത്തിൽ തൃപ്തരാകത്തില്ല. വീണ്ടും വീണ്ടും സമ്പാദിക്കുന്നവരുണ്ടായിരിക്കാം. സ്തോത്രം. നല്ല വിദ്യാഭ്യാസമുള്ള അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചത്. തന്റെ തേജസ്സിന് വേണ്ടി നമ്മളെ കരുണാപാത്രമായി നമ്മളെ മുന്നൊരുക്കിയിരിക്കുകയാണ്. ആ തേജസ് എപ്പോഴാണ് വെളിപ്പെടുന്നത്? നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആ തേജസ് നമ്മൾ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഏത് തോട്ടത്തിൽ മനുഷ്യന് നഷ്ടമായ ഒരു തേജസ് ഉണ്ട്. ആ തേജസ് വീണ്ടെടുക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലെ സകല മഹിമകൾ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് അവൻ ഹല്ലേലൂയ അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ രക്തമൊഴുകിയപ്പോൾ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുമ്പോൾ ആ തേജസ് നമ്മുടെ മേൽ മടങ്ങി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ തേജസ്സിന്റെ പൂർത്തീകരണം എപ്പോഴാണ് വരുന്നത്? കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നാം തേജസ്കരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനുവേണ്ടിയാണ് നമ്മളെ മുന്നൊരുക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ സാമ്പത്തിക ക്ലേശമുണ്ടായിരിക്കാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, മറ്റു പ്രയാസങ്ങൾ മറ്റു മനുഷ്യരെ പോലെയൊക്കെ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി നമ്മളെ മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ് തന്റെ കരുണ നിമിത്തം. ഇതാണ് ദൈവീയ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തല്ലോ. അവൻ തന്റെ തേജസ് നമ്മളിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു സീരിയസ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ സീരിയസ് നമുക്കുണ്ടായിരിക്കണം. സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ അല്ല ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റു ലോക മനുഷ്യരെ പോലെ ആകരുത്. ദൈവത്തിന് ഹല്ലേലൂയ നമ്മളിൽ ഒരു തേജസ് ദൈവം വെച്ചിട്ടുണ്ട്. ആ തേജസ് വെളിപ്പെടുവാൻ ഇനി കാലമേറെയില്ല. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, യേശു വരാൻ സമയമായി. യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പം അവിടെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നാടി നടക്കേണ്ട സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു തേജസ് നമ്മളെ വെളിപ്പെടാൻ പോകുകയാണ്. അതിനുവേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവിക വെളിയുടെ, ദൈവിക തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ജാതികളെ പോലെ ഹല്ലേലൂയ വിശ്വാസികൾ എന്തില്ല ഇടയില്ല, പിണ കൂടരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിലും ലോകം നമ്മുടെ ഉള്ളിൽ കടന്നു വരരുത് കേട്ടോ. ഹല്ലേലൂയ. പാപം നമ്മുടെ ഉള്ളിൽ കടന്നു വരരുത്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരരുത്. ഹല്ലേലൂയ. കൂട്ടുസഹോദരനെ ചതിക്കരുത്. അവനെതിരെ അപവാദം പ്രചരിപ്പിക്കരുത്. അവൻ വിശുദ്ധിയോടുകൂടെ അവൻ ദൈവിക വരവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കരുണാപാത്രമായ ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് സമർപ്പിക്കുന്നു അവരെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥനെ എഴുന്നേറ്റ് നിന്നട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവളാണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വാക്കിൽ, വേഷത്തിൽ, ഹല്ലേലൂയ നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഹല്ലേലൂയ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചതാണ് തന്റെ കരുണ നിമിത്തം. എന്തിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? തന്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചു. തന്റെ തേജസ് നമ്മളെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു.
വിളിച്ചു വേർതിരിച്ചു. കരുണാപാത്രങ്ങളായ നമ്മളെ തന്റെ തേജസ്സിനാൽ ആ തേജസ് വെളിപ്പെടുത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ചില ഭാരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ കർത്താവിന്റെ കരുണ നമ്മുടെ മേലുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനാകുന്ന എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനത്രേ. സ്തോത്രം, സ്വർഗസ്ഥനാകുന്ന പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവീയ പാതയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ കർത്താവിന്റെ പാദവീഴ്ത്തയിൽ ദൈവം നമ്മളെ ആക്കി തീർക്കുവാൻ ഇടയായി. നല്ല കാലങ്ങളിലൂടെ, സാക്ഷ്യത്തിലൂടെ, സങ്കീർത്തനത്തിലൂടെ, ദൈവിക വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചല്ലോ. ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ഉറപ്പോടുകൂടി ആയിരിക്കണം. ഞാൻ ദൈവത്തിന്റെ കരുണാപാത്രമാണ്. ദൈവത്തിന്റെ വിളി തെരഞ്ഞെടുപ്പ് എന്റെ പേരുണ്ട്. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നെ വിളിച്ചു. തന്റെ തേജസ്സിന് വേണ്ടി എന്നെ വിളിച്ചു. സമ്പൂർണമായി സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസ സിൽവിയ പ്രാർത്ഥിക്കുന്നതായിരിക്കും.